സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ സയൻസും കണക്കും പഠിപ്പിച്ച ടീച്ചർമാർ ഇപ്പോഴും ക്രിമിനൽ കേസിൽ പെട്ട് ജയിലിൽ കിടന്നതിന് വിശ്വസിക്കുന്ന ഒരാളാണ്. 7ാം ക്ലാസ്സിൽ സയൻസ് പഠിപ്പിച്ചൊരു പാത്തുമ്മ ടീച്ചറുണ്ട്. ടീച്ചർ ഇങ്ങനെ ഹോംവർക്ക് തന്ന് വിടും പിറ്റേ ദിവസം ചെയ്തുകൊണ്ടുവരാനായിട്ട്. ഞാൻ ഈ ബുക്ക് അതുപോലെ കൊണ്ടുപോകും, അതുപോലെ തിരിച്ചു കൊണ്ടുവരും. ഒരു മാങ്ങത്തൂരിയും രാവിലെ അത് കാണത്തില്ല. ടീച്ചർ അങ്ങോട്ട് പൊക്കി നിർത്തിയിട്ട് സത്യം നമ്മളിങ്ങനെ പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷത്തിനിടയിൽ പിച്ചിട്ട് നമ്മളിങ്ങനെ മേലോട്ട് പൊങ്ങി ഒരു കാലിലൊക്കെ നമ്മൾ നിൽക്കും. ടീച്ചർ എന്നിട്ട് ഈ നഖത്തിനിടയിൽ സ്കിൻ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മാതിരി നീറ്റായിരിക്കും. സ്കൂൾ വീട്ടിൽ ചെന്ന് കുളിക്കുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കൈ പൊക്കിയിട്ടൊക്കെ വെള്ളം ഒഴിക്കും. ആ രീതി പിച്ചെടുക്കും. ഇപ്പോഴേക്കും ആ പാഠം അവിടെ ഉണ്ടെന്നായിരിക്കും തോന്നുന്നു. അതുപോലെ 10ാം ക്ലാസ്സിൽ സുരേന്ദ്രൻ സാറുണ്ട്. സാറാണെങ്കിൽ ഈ നടന്നു വരുന്നതിന് വലിയ ചോക്കുമായിട്ടാണ്. സാർ ഇങ്ങോട്ട് വരും, ചോക്ക് ഇങ്ങനെ ടിക് നമ്പർ മുറിക്കും, എന്നിട്ട് ഇങ്ങനെ ബാക്കി പകുതി ചെയ്യാനായിട്ട് സാർ എന്ത് ചെയ്യും, ചോക്ക് എടുത്ത് എന്റെ തലയ്ക്ക് ഒറ്റ കയറാം. ഞാൻ 3ാം ബെഞ്ചിലായിരിക്കും. അപ്പം അത് ചെയ്യാൻ പറയും. ഞാൻ അവിടെ ചെന്ന് തന്നെന്നാ പുന്നനാന്നൊക്കെ വരച്ചോണ്ടിരിക്കും, അറിയത്തില്ല. സാർ എന്ത് ചെയ്യും, നമ്മുടെ ഈ പാൻറിൽ അന്ന് നിക്കറായിരുന്നു, നിക്കർ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അടിയും. ചന്തിയിൽ ആ പാടി ഇങ്ങനെ കിടക്കും. വീട്ടിൽ ചെന്നുമ്പോൾ കുളിക്കുമ്പോൾ അതിന് നീറ്റിലുണ്ട്. പക്ഷെ ഈ പിച്ച് കിട്ടിയ കാര്യവും ഈ അടി കിട്ടിയ കാര്യവും ഒന്നും വീട്ടിൽ ചെന്ന് നമ്മൾ പറയത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ നിന്ന് അതിന്റെ ഇരട്ടിയായിട്ട് കിട്ടും. സോ അധ്യാപകരെ തല്ലുന്നത് വീട്ടുകാർ അതിൽ ഇടപെടത്തേയില്ല. ഞാൻ അത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാനൊരു കേസിനെ പറ്റി അറിഞ്ഞു. കേരള ഹൈക്കോടതി ഒരു ക്രിമിനൽ കേസ് റദ്ദ് ചെയ്തു. ആലുവയിൽ ഒരു വിദ്യാർത്ഥി അവന്റെ കാല് പൊക്കി ഡെസ്കിൽ വെച്ചു. ടീച്ചർ വന്ന് കണ്ടു, ഒരു അടി കൊടുത്തു. ഇവൻ ചെന്ന് വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ ടീച്ചർക്ക് കേസ് കൊടുത്തു. ക്രിമിനൽ കേസിൽ ടീച്ചർ പ്രതിയായി. ഈ കേസ് കേരള ഹൈക്കോടതി റദ്ദ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് ഗുരു ശിഷ്യ ബന്ധം അത്ര ബോറാണ് ഈ കാലഘട്ടത്തിൽ നിന്ന്. നമ്മൾ വായിച്ചിട്ടില്ലേ, ഏകലവ്യൻ പെരുവിരലാണ് ഗുരുവിന് അർത്ഥം കൊടുത്തു. ഇപ്പൊ സത്യത്തിൽ ഈ മാതാപിതാക്കൾ ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നതുകൊണ്ട്, അധ്യാപകരെ കേസ് കൊടുക്കുന്നതുകൊണ്ട്, ഈ അധ്യാപകർ ഇതിനെ ഒരു ജോലിയായിട്ട് മാത്രമാണ് കാണുന്നത്. ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ജോലി. അത് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. കാരണം അവരുടെ പേടിയാണ്. അടിച്ചാൽ, വഴക്ക് പറഞ്ഞാൽ, പിച്ചിയാൽ ഉടനെ ക്രിമിനൽ കേസിൽ പ്രതിയാവും. വീട്ടുകാരത് ബഹളം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അധ്യാപകർ തല്ലട്ടെ, ശിക്ഷിക്കട്ടെ, വഴക്ക് പറയട്ടെ, അവർ നന്നാവും. അതുകൊണ്ട് എന്താ പ്രശ്നം? ഇപ്പൊ സ്കൂൾ കുട്ടികൾ MDMA ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു, ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു. അധ്യാപകര് ശിക്ഷിച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് എന്നെ പോലെയുള്ള മനുഷ്യര് ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കുക. നിങ്ങളുടെ മക്കൾ വീട്ടിൽ വന്ന് പറയുന്ന എക്സാജറേറ്റഡ് സ്റ്റോറിക്കൊപ്പം പോയി അവരെ കേസിൽ പ്രതികളാക്കാതിരിക്കുക. നല്ല അധ്യാപകരുണ്ടെങ്കിൽ മാത്രമേ നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.